പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഇതിനോടകം നമ്മൾ പല വ്യക്തികളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. പലരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, അഥവാ തങ്ങളെക്കുറിച്ചുള്ള ദൈവപദ്ധതി തിരിച്ചറിയുകയും തങ്ങളുടെ ഉള്ളിലേക്ക് മാത്രം കേന്ദ്രീകൃതമായിരുന്ന ഒരു ജീവിതം നയിച്ചിരുന്ന പലരും ഇന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിച്ചു. നാം ഇന്ന് പരിചയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബാലജന സഖ്യത്തിലൂടെ സന്നിവേശിത വരപ്രസാദം എന്ന രീതിയിൽ കർത്താവ് അദ്ദേഹത്തെ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിപ്പിച്ചിരുന്ന ആളാണ്. എന്നാൽ ഒരു വ്യക്തിപരമായ യേശുവാനുഭവത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മറ്റു മനുഷ്യരോടുള്ള പരിഗണന വൃദ്ധജനങ്ങളിലേക്ക് തിരിയുകയും വൃദ്ധമന്ദിരങ്ങൾ സന്ദർശിക്കുകയും വൃദ്ധർക്ക് ആവശ്യമായത് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്തി അദ്ദേഹത്തെ. ഇപ്പോഴിതാ മാനസിക രോഗികളുടെ ഇടയിലേക്കും ഹോസ്പിറ്റലിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവരുടെ ഇടയിലേക്കും ഒക്കെ അദ്ദേഹത്തെ കർത്താവ് കൊണ്ടുവരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് എപ്രകാരമാണ് ഇടപെട്ടതെന്ന് കാണുവാനായി അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായ ഇടുക്കി ജില്ലയിലെ ചക്കുവള്ളത്തേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ പേര് സാബു എന്നാണ്. ദൈവസ്നേഹത്തിൻ്റെ ആർദ്രമായ വയലേലകളിൽ വേല ചെയ്യുന്ന ശുശ്രൂഷകരെ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് കടന്നു ചെല്ലുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് അണക്കരയിലുള്ള സാബു കുറ്റിപ്ലാക്കൽ എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ്. അണക്കരയിലും ചുറ്റുപാടുമുള്ള ആരോരുമില്ലാത്തവർക്കും അഗതികൾക്കും ശുശ്രൂഷകൾ ചെയ്തു വരുന്ന അമ്മയ്ക്കൊരുമ്മ എന്ന സ്നേഹക്കൂട്ടായ്മയുടെ മുൻനിര പ്രവർത്തകൻ. അനേകം രോഗികൾക്ക് മരുന്നും ശുശ്രൂഷകളുമായി ഇവർ സമീപത്തെ ഭവനങ്ങൾ കയറിയിറങ്ങുന്നു. അണക്കരയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം നൽകുന്ന ശുശ്രൂഷയിലും രോഗികളെ പരിചരിക്കുന്നതിലും ഇവരും ഇവരുടെ സുഹൃത്തുക്കളും വ്യാപൃതരാകുന്നു. തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ഇദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. നിത്യജീവൻ്റെ പാതയിൽ ഇതിനോടകം വളരെയധികം വ്യക്തികൾ കർത്താവ് തങ്ങളെ സ്പർശിച്ചതിന് ശേഷവും അതിന് മുൻപ് ഉണ്ടായിരുന്ന തൻ്റെ ജീവിതത്തെ പങ്കുവച്ചത് അനേകം വ്യക്തികൾക്ക് സഹായകമായിട്ടുണ്ട്. ഇന്ന് സാബു ആണ് ഞങ്ങളോടത്ത് സഹകരിക്കുന്നത്. നിത്യജീവൻ്റെ പാത കാണാറുണ്ടല്ലോ അല്ലേ? കാണാറുണ്ട്. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. സാബുവിനെ ഒന്ന് പരിചയപ്പെടുത്താമോ ശാലോം പ്രേക്ഷകർക്ക്? എൻ്റെ പേര് സാബു, വീട്ടുപേര് കുറ്റിപ്പാലിക്കൽ. ഞാൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിൽ ചക്കുവള്ളം പഞ്ചായത്തിലാണ്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. മോന് BCom കഴിഞ്ഞ് ഒരു സ്വകാര്യ കമ്പനി ജോലി ചെയ്യുന്നു. മോള് +2 കഴിഞ്ഞു. ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് സാബുവിലൂടെ പുറത്തേക്ക് വരുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവർത്തികളെന്ന് അറിയുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പങ്കുവയ്ക്കാമോ എങ്ങനെയാണ് തുടങ്ങിയതെന്നും എന്തൊക്കെ ചെയ്യുന്നതെന്നും? ആദ്യകാലത്ത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ ഇടയിൽ എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് പല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു ആവശ്യം. അവർക്ക് നല്ല ക്യാമ്പുകൾ, അതുപോലെ തന്നെ സെമിനാറുകൾ, പ്രസംഗ പരിശീലനം തുടങ്ങിയൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് ആവശ്യം. അതിലേക്ക് വരാൻ സഹായിച്ച വല്ല സംഘടനകളും ഉണ്ടോ? അതാ നമ്മുടെ അഖില കേരള ബാലജന സഖ്യം മലയാള മനോരമ കുമളി യൂണിയൻ്റെ രക്ഷാധികാരിയായിട്ട് ഒരു 13 വർഷം ഞാൻ കുട്ടികളോടൊത്ത് പ്രവർത്തിച്ചു. ആ കുട്ടികളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു 5 ദിവസത്തെ ധ്യാനം കൂടി. എന്നെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് സാബു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതല്ല, ഇച്ചിരിയുടെ മെച്ചപ്പെടണമെന്നും പറഞ്ഞ് എൻ്റെ പ്രിയ സുഹൃത്ത് ബിജു, മാരുതി ബിജു എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫ് റിയ ബിജു, അതുപോലെ തന്നെ ബാബു സുരഫ്, ഇങ്ങനെ ആഞ്ചലോ പഴയമ്പടം തുടങ്ങിയവരൊക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ 5 ദിവസത്തെ ഒരു ധ്യാനം കൂടി. ആ ധ്യാനങ്ങളിലാണ് ഇന്ന് സമൂഹത്തിൽ അനേക പേര് വിഷമം അനുഭവിക്കുന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കുട്ടികളുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കുട്ടികളെ കൊണ്ട് ഞാൻ അസീസ് സ്നേഹാശ്രമം, പടമുഖം സ്നേഹമന്ദിരം, അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുമായിരുന്നു. എന്നാൽ അത്ര നമ്മളൊരു സ്പർശിച്ച കാര്യമല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ശരിക്കും നമ്മളെ തൊട്ടു. നീ പ്രവർത്തിക്കേണ്ട മേഖല ഇതല്ല. ഇന്ന് സമൂഹത്തിൽ അനേകം പേര് വേദന അനുഭവിക്കുന്നുണ്ട്.
അവരെ പോയി ശുശ്രൂഷിക്കാൻ കർത്താവ് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പം ഈ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം, ഒപ്പം തന്നെ ഇതും കൂടെ ചെയ്യാമെന്നുള്ളതാണ്. ആ ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് പിന്നെ കൃത്യമായിട്ട് പള്ളികളിലൊക്കെ പോയി സഹകരിച്ചു. പിന്നെ എൻ്റെ സഹപ്രവർത്തകരൊക്കെ, എൻ്റെ കൂട്ടുകാരെന്നെ ധ്യാനത്തിനൊക്കെ പറഞ്ഞു വിട്ടവരൊക്കെ പറഞ്ഞു, ഇന്ന് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന അനേകം പേരുണ്ട്. നമ്മൾ ചെയ്യേണ്ട അതാണ്. ശരിക്കും കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ആ ഒരു ഇതെടുത്ത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ അനേകം വൃദ്ധ മാതാപിതാക്കൾ, വികലാംഗരായിട്ടുള്ളവർ, അംഗവൈകല്യം സംഭവിച്ചവർ, ബുദ്ധിവൈകല്യം സംഭവിച്ചവരൊക്കെ ഇന്ന് വീടുകളിലും സമൂഹത്തിലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ വൃദ്ധ മാതാപിതാക്കൾക്കൊക്കെ എല്ലായിടത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. മിക്കവാറും നമ്മൾ പോയി പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്ക് വൃദ്ധ മാതാപിതാക്കൾ പറയുന്നത് അവർക്ക് വീടുകളിൽ ഒരു സ്വാതന്ത്ര്യമില്ല, അവരോട് സംസാരിക്കാൻ ആളില്ല, സമയത്ത് ആഹാരം കൊടുക്കാൻ ആളില്ല, മരുന്ന് കൊടുക്കാൻ ആളില്ല. മക്കളൊക്കെ പഠിച്ച് നല്ലൊരു നിലയിലായി കഴിയുമ്പോൾ മാതാപിതാക്കളെ ചെറിയൊരു വീടെടുത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പോയി സംരക്ഷിക്കുക, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക. അതാണ് ശരിക്കുമുള്ള ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അവരാവശ്യപ്പെടുന്ന ഇതാണ്. ഞങ്ങൾക്ക് വലിയ വില കൂടിയ വസ്ത്രമോ ഭക്ഷണമോ ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനും ഒരു ആശ്വാസവാക്ക് പറയാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അവർ പറയുന്നത്. അതിനാണ് ആളില്ലാത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിലാണ് എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ആശ ഉദിച്ചു. ഈ സമൂഹത്തിൽ ഇതുപോലെ നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ താല്പര്യമുള്ള കുറേയേറെ പേര്, അതായത് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അതാണ് നമ്മൾ ഏറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ ദൈവമാതാവും ഈശോയുമാണ്. ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ദൂത് പോലെ നമുക്ക് കാണിച്ചു തരിക. നീ ഇന്ന ദിവസം ഇന്ന റൂട്ട് പോവുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് വളരെ വ്യക്തം. കുറച്ച് പേരെ സ്വരൂപിച്ചെടുത്ത് അപ്പോൾ അവരെല്ലാം കൂടെ കൂട്ടി അമ്മയ്ക്കൊരുമ്മ എന്ന് പറഞ്ഞൊരു സ്നേഹക്കൂട്ടായ്മ തുടങ്ങി. അമ്മയ്ക്കൊരുമ്മ. എത്ര പേരുണ്ടായിരുന്നു? അതിനകത്ത് ഇപ്പോൾ 25 പേരാണ് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. അവരെല്ലാം ഞങ്ങളോടൊപ്പം നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്യുന്നത്. എല്ലാവരും പല രീതിയിലുള്ള ജോലി തിരക്കുള്ളവരാണ്. എങ്കിൽ പോലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഓടിയെത്തും. എന്ത് കാര്യത്തിനതുപോലെ വൃദ്ധ മാതാപിതാക്കളെ സന്ദർശിക്കാൻ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള അസീസി സ്നേഹാശ്രമം, പടമുഖം സ്നേഹമന്ദിരം, ജീവൻ ജ്യോതി ബാലികാഭവൻ, BTCM ചിൽഡ്രൻസ് ഹോം തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ പോകും. അവിടെയൊക്കെ ഇന്ന് പല സാഹചര്യം ബന്ധപ്പെട്ട അനേകം മാതാപിതാക്കൾ ഇന്ന് താമസിക്കുന്നുണ്ട്. നമ്മുടെ ചക്കുവളത്തുള്ള ബദിനി ആശാഭവൻ, അവിടെ എല്ലാ അമ്മമാർ മാത്രമാണ്. അപ്പോൾ അതാണ് ഈ അമ്മയ്ക്കൊരുമ എന്ന് പറഞ്ഞൊരു സ്നേഹക്കൂട്ടായ്മ. നമ്മളേറെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അമ്മമാരെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത് അമ്മമാരാണ്. ആ അമ്മയ്ക്കൊരമ്മ എന്ന കൂട്ടായ്മ, അമ്മയ്ക്ക് ഒരു തണലേകുക എന്നുള്ളതാണ് ഞങ്ങളുടെ റൊട്ടീൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ ദിവസവും പോകുക അതോ? എല്ലാ മിക്കവാറും ആഴ്ചയിൽ ഒന്ന് വെച്ച് ഓരോ സ്ഥാപനങ്ങളിലൂടെ പോകാറുണ്ട്. ഓരോ പ്രദേശത്ത് ഓരോ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് BP ഷുഗർ നോക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് തന്നെ നോക്കി സൗജന്യമായിട്ട് തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ട് പുറ്റടി ഗവൺമെൻറ് ഷുഗറൊക്കെ നോക്കാറുണ്ട്. മറ്റ് ലാബുണ്ടാകും? ലാബില്ല, നമുക്കിപ്പോൾ അതിനുള്ള ഉപകരണങ്ങൾ അല്ല, ലാബൊന്നും വേണ്ട. ഈ ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് അവർക്ക് ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സയൊന്നുമില്ല, അവരെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. പുറ്റടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ ചക്കുവളത്ത് ഒരു വീട്ടുകാരെ സമ്മതിക്കും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്? അല്ല, വൃദ്ധമാതാവ് ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അവരൊരു അച്ഛനും അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ കൂടുതൽ കടന്നു ചെല്ലുന്നത്. അല്ലെങ്കിൽ അല്ലാത്തടത്ത് ഞങ്ങൾ വിളിക്കുന്നിടത്ത് മക്കളുള്ളിടത്ത് ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ മക്കൾ തന്നെ അവർ കൊണ്ടുപോകുള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തു വരിക. കിടപ്പ് രോഗികളുടെ ഭവനങ്ങളിൽ ഇവരെത്തിച്ചേർന്ന് ആവശ്യമായ ശുശ്രൂഷകൾ ദിവസവും നൽകി വരുന്നു. അമ്മയ്ക്കൊരുമ്മ എന്ന സ്നേഹക്കൂട്ടായ്മയുടെ പ്രവർത്തകരെല്ലാം ആഴ്ചയിലൊരിക്കൽ ഒത്തുചേരുകയും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. സമീപത്തെ ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നൽകുന്ന ഒരു വലിയ ശുശ്രൂഷ തന്നെ ഈ കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുന്നു.
ആരോരുമില്ലാത്ത രോഗികളെ ശുശ്രൂഷിക്കുക വഴി ഇവർ സമൂഹത്തിൽ നന്മയുടെ ദീപങ്ങളായി മാറുന്നു. അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ ഞങ്ങളുടെ വഴികാട്ടിയുമായിട്ടുള്ള സാബു കുറ്റിപ്പാല അവരുടെ നേതൃത്വത്തിൽ വളരെ സമൂഹത്തിന് ഏറ്റവും വളരെ പ്രയോജനപ്രദമായ രീതിയിൽ സേവനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ സഹായിക്കാൻ ആളുകളില്ലാത്ത സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രായമായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് സ്നേഹവാത്സല്യങ്ങൾ കൊടുക്കുകയും അവർക്ക് മരുന്ന്, ഭക്ഷണം, അതുപോലെയുള്ള വസ്ത്രം, അങ്ങനെയുള്ള ആവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും മരുന്നുകൾ വാങ്ങി അവരുടെ വീട്ടിലെത്തിക്കുകയും അരി സാധനങ്ങൾ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി അവരുടെ വീട്ടിലെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ സ്നേഹപരമായ രീതിയിൽ സമൂഹത്തിന് നന്മ വരുന്ന രീതിയിൽ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ കൂട്ടായ്മയിലുള്ള എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഈ നാടിന് ഒരു വലിയ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി, കാരുണ്യത്തെ പ്രതി അമ്മയ്ക്കൊരു കൂട്ടായ്മയെന്ന് പറഞ്ഞ് പുറ്റടിയിൽ തുടങ്ങിയിരിക്കുന്ന ആ സ്നേഹ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൊളുത്തുന്ന വെളിച്ചം പീഠത്തിന്മേലാണ് വെക്കേണ്ടത്, പറയടിയിൽ ഒഴിച്ചു വെക്കുകയല്ല. അതങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ട് അതനുസരിച്ച് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിപാലനയും അനുഗ്രഹവും എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സാബുവിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും 1-2 സംഭവങ്ങളൊന്ന് എവൻസ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും എനിക്ക് പറയാം. വ്യക്തികളെ പറയാതെ തന്നെ, വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. ഞാൻ ഒരു ആശാഭവനിൽ ചെന്നപ്പം ഒരു അമ്മ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അമ്മയും മോനും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്, മകനും ഭാര്യ അവരെല്ലാം ഉണ്ട്. അവരെന്നെ കൊണ്ടാക്കിയതിന് ശേഷം പല പ്രാവശ്യം ഈ ബദനി ആശാഭവനിൽ വന്നു പോകാറുണ്ട്. വന്ന് സിസ്റ്ററിനെ കാണുന്നു, കുറച്ച് പൈസ കൊടുക്കുന്നു, അവർ പോകുന്നു. എൻ്റെ കാര്യം അമ്മയ്ക്ക് സിസ്റ്ററിനോടാണ് ചോദിക്കുന്നത് സുഖമാണോ എന്ന്. അപ്പോൾ ഞാൻ അതിന് അമ്മയെ കാണാൻ മോൻ വരാത്തെ. അപ്പം പറയുന്നത് അമ്മ എന്നെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പോരാനായിട്ട് വഴക്കുണ്ടാക്കും, എനിക്ക് അമ്മയെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് അമ്മ ഒരു കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു രംഗം ഇന്ന് എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു സംഭവിക്കരുതെന്നാണല്ലോ എൻ്റെ പ്രാർത്ഥന. കാരണം എന്നു വെച്ചാൽ സ്വന്തം മകൻ വരുന്നു ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട്, എന്നിട്ട് ആ മകൻ ആ സ്ഥാപനത്തിൽ വരുമ്പോൾ സിസ്റ്ററിനെ കണ്ട് സ്നേഹം അന്വേഷിച്ചിട്ട് കുറച്ച് രൂപ കൊടുത്തിട്ട് പോകുന്നു. അതല്ല അമ്മമാർ ആഗ്രഹിക്കുന്നത്. മക്കളുടെ സ്നേഹമുള്ള ഒരു വാത്സല്യം, സ്നേഹത്തോടെ അറിയില്ല. അതാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മക്കാർ പുറ്റടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക സാഹചര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ആശുപത്രിയിലൊക്കെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ഒരു 10-85 വയസ്സുള്ള ഒരു അമ്മച്ചി ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, മോനെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് എനിക്ക് ഒരു നേരം കഴിക്കാനെങ്കിൽ എനിക്ക് ഇച്ചിരി ചോറ് മേടിച്ച് തരുമെന്ന് കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞു പോയൊരു അനുഭവമാണ്. അത് ഞാൻ ചോദിച്ചാൽ അമ്മച്ചിയുടെ കൂട്ടത്തിൽ ആരുമില്ലേ? ഒരു മോനുണ്ട്. എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ വഴിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഓട്ടോ കാണിച്ച് അമ്മച്ചിയെ പുറ്റടി ആശുപത്രിയിൽ എത്തിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മച്ചിത് എങ്ങനെയാണത്? അന്നേരം അയൽവക്ക ഈ സമീപ ബെഡുകളിൽ കിടക്കുന്നവരില്ലേ, അവരാണ് അമ്മച്ചിക്ക് ഒരു നേരത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി ഒരു രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരത്തിന് കേഴുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആരും ചെയ്യാറില്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അമ്മച്ചി അങ്ങനെ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ഇതുപോലെ നിർദ്ധരായിട്ടുള്ളവരാണ് പലരും വന്നു പോകുന്നത്. അവരെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കാനോ അന്വേഷിക്കാനോ യഥാസമയത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കാനോ പലരുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ അണക്കര പ്രദേശത്തെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ദൈവപരിപാലനം എന്ന ആ ശുശ്രൂഷയോടു കൂടിയാണ് നമ്മൾ അവിടെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ഇതിനുള്ള സാമ്പത്തിക സഹായം ഞങ്ങളുടെ മേഖലയിലുള്ള പേര് പോലും പറയാൻ ആഗ്രഹിക്കാത്ത അനേകം സുമനസ്സുകൾ ഓരോ ദിവസത്തെ ഭക്ഷണം അവിടെ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുത്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബില്ല് നേരിട്ടാണ് അവർ ഹോട്ടലുകളിൽ പേ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം 30, 40, 50 എത്ര പേരുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു. അതിന് ഞങ്ങളുടെ വിളമ്പാനും മറ്റുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മയിലെ എല്ലാ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായിട്ട് എന്നോടൊപ്പം സഹകരിക്കുന്നു. അമ്മയ്ക്കൊരുമ്മ കൂട്ടായ്മയുടെ സാമൂഹികമായ പ്രവർത്തനത്തിൽ 2 വർഷമായിട്ട് ഞാനിതിൽ പങ്കെടുക്കുന്നു. പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം പേർക്കും സാന്ത്വനം നൽകുന്ന വലിയൊരു സംരംഭമാണ് അമ്മയ്ക്കൊരുമ്മ കൂട്ടായ്മ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നാൾക്ക് നാൾ അഭിവൃദ്ധിയിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വലിയ വൻകൃപയാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇതിൽ പങ്കാളിയായി തീരുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കുട്ടികളെ സഹായിക്കുന്ന കാര്യത്തിലും രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലും അമ്മയ്ക്കൊരുമ്മ കൂട്ടായ്മ പ്രവർത്തകർ വളരെ സന്തോഷത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അണക്കര 8 മൈൽ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് പുറ്റടി മേഖലയിലെല്ലാം ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ സാധുക്കളായിട്ടുള്ള ആളുകളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംരംഭമാണ് അമ്മയ്ക്കൊരുമ്മ എന്ന സ്നേഹ കൂട്ടായ്മ. നമ്മുടെ ഇതിൻ്റെ പേര് പോലെ തന്നെ ഏറ്റവും വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന നിരാലംബരെയും നിർധനരെയും സഹായിക്കുക. അതുപോലെ തന്നെ പുറ്റടി താലൂക്ക് ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും കഴിഞ്ഞ 1 വർഷക്കാലമായി ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ ദിവസങ്ങളിലും അവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യുന്നു, ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി മഹത്തരമായ കാര്യങ്ങളാണ് അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ പെട്ടികളുടെ പരിപാടി നടക്കുന്നുണ്ടോ? കുട്ടികളുടെ ഇടയിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് മാറി നിൽക്കുവാണ്. കാരണം കുട്ടികളെക്കാട്ടിലും ആവശ്യം ഇപ്പം ഇവിടുത്തെ മാതാപിതാക്കളും അതുപോലെ തന്നെ വികലാംഗരും. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന വേറൊരു ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇന്ന് വീടുകളിൽ മാനസിക രോഗികളായിട്ട് കഴിയുന്ന അനേകം പേരുണ്ട്. ചിലപ്പോൾ അവർക്കൊക്കെ യഥാസമയത്ത് ചികിത്സ കിട്ടുവാണെങ്കിൽ അവരുടെ ആ രോഗങ്ങൾ ഭേദമാകും. പക്ഷേ ഇന്ന് ഞാൻ പോയി കണ്ടതിൽ പല വീടുകളിലും ഇവരെ കൊണ്ടുപോയി ചികിത്സിക്കാനോ അതിനുള്ള സാമ്പത്തികമില്ല, ഒന്നും അറിവുമില്ല. പെട്ടെന്ന് ഒരു സാഹചര്യത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോകുന്നത്. അപ്പം ഞങ്ങൾ ഇടപെട്ട് ഇവരെയൊക്കെ നമ്മുടെ കട്ടപ്പനയുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സുഖപ്പെടുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ 7 8 പേരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം അതും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം പറയാമോ അങ്ങനെ സുഖപ്പെട്ടത്? തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ചക്കുളത്ത് ഇല്ലിത്തറയുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അവിടെ 85 വയസ്സുള്ള ഒരു അപ്പച്ചനെ ഞാൻ ചെല്ലുമ്പോൾ കൈയൊക്കെ കെട്ടി കട്ടിലെ കൂട്ടി കെട്ടിയിരിക്കുകയാണ്. സ്വന്തം ഭാര്യയും കൂട്ടത്തിലുണ്ട്, 2 മക്കളുണ്ട്, ഇവരൊക്കെ ഉള്ളതാണ്. പക്ഷേ ആ അപ്പച്ചൻ ഇങ്ങനെ കട്ടിലെ കൂട്ടി 2 ദിവസമായിട്ട് കെട്ടിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പച്ചൻ ഇച്ചിരി ഇങ്ങനെ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. അയൽവക്കാരായിട്ടൊക്കെ ചെറിയ ഇവരൊക്കെ അത് ഇപ്പം തൊട്ടടുത്തുള്ള ഒരു മനുഷ്യൻ ചെയ്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് പ്രേതബാധയാണ്. ഈ പ്രേതബാധ ഞാനിപ്പോൾ ഒഴിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ചൂലും കൊണ്ട് ഒഴിഞ്ഞു പോകാതെയെന്നും പറഞ്ഞ് ആ വൃത്തനെ മൊത്തം അഴിച്ചെന്നാണ് എനിക്കറിയാനായിട്ട്, ഞാൻ കണ്ടില്ല, അറിയാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഈ കയ്യിലൊക്കെ തൊട്ട് അപ്പച്ചൻ എന്നാ പറ്റുന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും പിടിക്കരുത്, എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്ന് വളരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ കെട്ടൊക്കെ അഴിച്ചു. അദ്ദേഹത്തെ കട്ടപ്പന ഇതുപോലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. കട്ടപ്പനയിൽ അവിടെ ആദ്യം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷുഗർ കൂടിയതാണ് പ്രശ്നം. ഷുഗർ പരിശോധിച്ചപ്പോൾ 516. ഉടൻ തന്നെ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ 2-3 ദിവസം അവിടെ കിടത്തി. അപ്പോൾ അവിടുന്ന് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാനായിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം തിരിച്ച് അവർ പുറ്റടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരാഴ്ചയിൽ 1 മാസമോളം ചികിത്സയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പോയി അന്വേഷിക്കുകയൊക്കെ കാര്യം ചെയ്തു. ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും വളരെ സുഖമായിട്ട് മക്കളോടൊപ്പം ജീവിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ രാജു എന്നും പറഞ്ഞ് ഒരു പയ്യനുണ്ടായിരുന്നു. കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് ഒരു മുറിക്കകത്ത് തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അടച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 1, 2 എല്ലാം സാധിക്കുന്ന അതിനകത്ത് തന്നെ. ഞാനും ഞങ്ങളുടെ അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ പ്രവർത്തകരും ചെല്ലുമ്പോൾ ആ മുറിക്കകത്ത് കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ ചെന്ന് ആ മനുഷ്യനെ ഏറ്റെടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി. ആ മുറിക്കകത്ത് കയറത്തില്ലായിരുന്നു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. വസ്ത്രം എന്നെ പറയുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെ എൻ്റെ അടുത്ത് ഒരു അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയും മോനും മാത്രമേ ഉള്ളൂ. കറണ്ടില്ല, ഒരു വീടാണ്, ചെറിയൊരു മുറി, അതിനകത്താണ് അമ്മയും മോനും താമസിക്കുന്നത്. അമ്മയുടെ കാലിലാണ് ഒരു പൂച്ചയൊക്കെ കടിച്ച് വല്ലാത്തൊരു സാഹചര്യം.
ഇവരൊന്നും ആശുപത്രിക്ക് പോവുകയോ അയൽവക്കം അങ്ങനെയുള്ള ഒരു സഹകരണം ആരും ഒന്നും ഇല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ചെന്ന് അവരെ ഏറ്റെടുത്തത്. ഞങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതെല്ലാം ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ദൈവമാണ് ഞങ്ങളൊക്കെ അവിടെ ആ സ്ഥലങ്ങളിൽ യഥാസമയത്ത് എത്തിക്കുന്നത്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നത്തെ ദിവസം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നവരെ എനിക്ക് കാണിച്ചു തരണമേ, അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ആരെങ്കിലും വന്നിരിക്കും. കറക്റ്റായിട്ട് ആ സമയങ്ങളിൽ ആരെങ്കിലും വിളിച്ച് പറയും ഇതുപോലെ എന്നൊരു സംഭവം ഉണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകും. ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിളിക്കും, പറ്റുന്നവരെല്ലാം, ജോലി തിരക്കില്ലാത്തവരൊക്കെ വരും. അവർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടി പോകും. കഴിയുമെങ്കിൽ അയൽവക്കക്കാരോടൊക്കെ പറയും ഇതുപോലെ ഇതാണ് നിങ്ങളെ കാര്യം അറിയത്തില്ല. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഞങ്ങളത് ഏറ്റെടുത്ത് കുളിപ്പിച്ച് ആ രാജുവിനെ ഇപ്പോൾ വളരെ മിടുക്കനായിട്ട് അവർ അമ്മയോടൊപ്പം സഹോദരനോടൊപ്പം ജോലിയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കും. നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഒരാളാണ് ആ രാജുവിൻ്റെയൊക്കെ കാര്യം. ഇപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ ചേറ്റുവഴി ഭാഗത്ത് വഴിയോരത്ത് ഇങ്ങനെ അലിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ലൈജു എന്നാണ് പേര് പറഞ്ഞത്. താടി മുടിയൊക്കെ നീട്ടി. ഞങ്ങൾ വഴിയോരത്താണ് കിടക്കുന്നത്. യഥാസമയത്ത് ഭക്ഷണമില്ലായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടെത്തി ഒരു ചികിത്സയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിരുന്ന അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹത്തെ കണ്ടെത്തി കുളിപ്പിച്ച് നമ്മൾ അത് യഥാസമയത്ത് നിയമപരമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വണ്ടമേട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അവർ ലെറ്റർ തന്നു. നമ്മൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം 20 ഏക്കർ അസിസി സ്നേഹാശ്രമത്തിൽ അദ്ദേഹം സുഖമായിട്ട് കഴിയുന്നു. അദ്ദേഹം പറയുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ തിരുവനന്തപുരംകാരനാണ്, എൻ്റെ പേര് ലൈജു, പാച്ചൂരാണ് വീട്, അത്രേ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ വഴി കിടന്ന് ചാകാനായിട്ട് വന്നതാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ശുശ്രൂഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അന്ന് ആദ്യമേ ചോദിക്കുന്നത് അദ്ദേഹം എന്തിനാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളൊക്കെ ദൈവത്തോടൊപ്പം നിന്ന് ദാസവേല ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇതാണ്, കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ്, അലിഞ്ഞിട്ട് നടക്കുന്നവരെ സംരക്ഷിക്കാനാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹാപ്പിയായിട്ട് 20 ഏക്കർ അസിസി സ്നേഹാശ്രമത്തിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പറയാൻ നിരവധിയായിട്ടുള്ള നമ്മളുടെ മേരികുളത്ത് 85 വയസ്സുള്ള ഒരു വൃദ്ധൻ എന്ന് പറയാം, മകനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മകൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ പോയി ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം ഞങ്ങൾ കട്ടപ്പനയിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഭവനിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ അനേകം പേരെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ കൂട്ടായ്മ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ആ ദൈവമാണ് ഞങ്ങളെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമുള്ളതെല്ലാം കർത്താവാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കർത്താവ് ഓരോ ദിവസവും ഞങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിച്ചു തരുന്നതിന് ഒരു കയ്യും കണക്കില്ല. ഞങ്ങളൊന്നും കരുതി വെക്കാറില്ല. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള ആരോട് ചോദിച്ചാലും അറിയാം, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ടില്ല. പക്ഷേങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ കരുതൽ തന്നെ ഒന്നുമില്ല ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ദൈവം തമ്പുരാൻ നടത്തിക്കൊണ്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവമാണ് ഞങ്ങളുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത്. കർത്താവിൻ്റെ പ്രൊവിഡൻസ് ആണ് വാസ്തവത്തിൽ. അതുപോലെ മരുന്ന് മേടിക്കാനായിക്കോട്ടെ, ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത്, ഈ വൃദ്ധ മാതാപിതാക്കളൊക്കെ ജോലിക്ക് പോകാൻ പറ്റുകയില്ലാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആഹാര അരി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കരുതലുണ്ടോ എന്ന് ചോദിച്ചില്ല. എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട 1-2 അനുഭവങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് വീടുകളിൽ ഇങ്ങനെ അരി എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പം എൻ്റെ മൊബൈൽ നമ്പറുണ്ട്. ഈ 1-2 വീട്ടിൽ നിന്ന് അന്ന് എനിക്ക് മിസ് കോൾ കൊടുത്തേ ഉള്ളൂ, അരി തീർന്നെങ്കിൽ മിസ് കോൾ. അപ്പോൾ അന്നേരം നമ്മൾ ഓർത്തേണ്ടാൽ മതി ആ വീടുകളിൽ അരി തീർന്നു. അപ്പോൾ ആ 2 വീടുകളിൽ അരി തീർന്നു. അന്ന് എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ വൈകിട്ടത്തേക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഒന്നുമില്ലായിരുന്നു, വൈകിട്ടത്തേക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ കാര്യം മറന്നു. പെട്രോളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈശോയെ ഇതാ 2 വീട്ടിലേക്ക് അരി ആവശ്യമുണ്ട്, അങ്ങ് തന്നാൽ ഞാൻ കൊണ്ട് കൊടുക്കും, അതിനുള്ള ഒരു മാർഗ്ഗം ഒരുക്കി തരണം. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നും. അത് കഴിഞ്ഞ് ഞാൻ ആ കാര്യം വിട്ടു. അത് കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോഴത്തേക്കും എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു, എവിടെയാണ്? ഞാൻ പറഞ്ഞു അണക്കരയിലുണ്ട്, ഒരിടത്ത് കുറച്ച് അരി പറഞ്ഞിട്ടുണ്ട്, അത് പോയി മേടിച്ച് ആർക്കാന്ന് വെച്ചാൽ കൊടുത്തേക്കണം. സത്യം നടന്ന സംഭവമാണ്. അങ്ങനെയുള്ള ദൈവം ഞങ്ങളെ അതുപോലെ കാത്തു പരിപാലിക്കുന്നതിന് ഒരു കയ്യും കണക്കില്ല. അത്രയ്ക്ക് മഹത്വമാണ് ഞങ്ങളെ പരിപാലനെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ ഞങ്ങൾ കണ്ടെത്താറുണ്ട്, അവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കാറുണ്ട്. ഇതിനുള്ള ഫണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇങ്ങോട്ട് ആവശ്യപ്പെടുക. ഒരാളൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ആർക്കെങ്കിലും ഇന്നേ ദിവസം ഒരു മരുന്ന് മേടിച്ച് കൊടുക്കണം, അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അതിന് തൊട്ട് മുമ്പാണ് എന്നെ വിളിച്ചു ഒരാൾ പറയുന്നത്, എനിക്കിന്ന് ഇച്ചിരി മരുന്ന് വാങ്ങിച്ചു തരണം.
കൂടാതെ ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കും. 13 വർഷമായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ 13 വർഷമായിട്ട് മരുന്ന് കഴിക്കാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു ദിവസം തന്നെ 100 രൂപയുടെ മരുന്നാണ് വേണ്ടത്. അപ്പോൾ അവിടെ അണക്കരയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് സ്ഥിരമായിട്ട് മരുന്ന് മേടിക്കുന്നത്. അവിടെ 1614 രൂപ കടമുണ്ട്. അത് കൊടുക്കാതെ എനിക്കുള്ള മരുന്ന് കിട്ടത്തില്ല, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഒരാൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് മാർഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. നിങ്ങളൊരു 10 മണിയാകുമ്പോൾ പോരാൻ പറഞ്ഞു. അന്ന് ഒരാൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അവരുടെ അവരൊരു നിയോഗം പോലെ എനിക്കിന്നൊരു വ്യക്തിക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. അദ്ദേഹം 1500 തന്നു. അതിൻ്റെ അവിടുത്തെ ആ കടം വീട്ടി വേറൊരാൾ 1000 രൂപ തന്നു. 1000 രൂപയുടെ മരുന്ന് മേടിച്ച് അദ്ദേഹം വളരെ സന്തോഷമായിട്ട്. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും വേറെ വല്ല ജോലിയുണ്ടോ? നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കില്ലേ? 2 പിള്ളേർ പഠിക്കുന്നുണ്ട്. 2 പിള്ളേർ പഠിക്കുന്നുണ്ട്. എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അക്വാകൾച്ചർ കോർഡിനേറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൂടാതെ ഈ മേഖലയിൽ നല്ല മത്സ്യകൃഷി പ്രോത്സാഹനം, അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ജീവിതമാർഗം. അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു. കുട്ടികളൊക്കെ ഇപ്പോൾ മോന് വേറെ കാര്യമുണ്ട്, ബികോം കഴിഞ്ഞ് അവനൊരു സ്വകാര്യ കമ്പനി ജോലി ചെയ്യുന്നു. മോള് +2 കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനവൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ടുള്ള അതിനൊക്കെ ചെറിയ കരുതലുണ്ട്. പിന്നെ ഇതെല്ലാം ദൈവം തമ്പുരാൻ ഓരോ മാർഗത്തിൽ കൂടെ ഓരോ മാർഗം നമുക്ക് ഏതായാലും തമ്പുരാൻ്റെ ആ ഒരു സ്പർശനം നമ്മളെ, അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ വർക്കറായിട്ട് മാത്രം മാറിപ്പോയി. തീർച്ചയായിട്ടും എടുത്ത് കർത്താവിൻ്റെ കാര്യങ്ങൾ തന്നെ നടത്തുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇപ്പുറത്ത് കാരുണ്യത്തിന്റെ പ്രവർത്തികളും ചെയ്യാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സോഷ്യൽ വർക്ക് അല്ല, ശരിക്കും പറയാം ഒരു കാരുണ്യ പ്രവൃത്തിയാണ്, ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. ദൈവപരിപാലനയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാബുവിനെ പ്രേരിപ്പിക്കുന്ന കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മുൻകൂർ നിശ്ചയിച്ച സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് മുൻകൂർ കണ്ടിരുന്നു അവിടെ ഇങ്ങനെ ഒരാൾ, അതിനായിട്ട് കണ്ടെത്തിയാണ് സാബുവാണ്. എൻ്റെ സുഹൃത്തുക്കൾ വഴി എന്നോട് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് നമ്മുടെ മാരുതി ബിജു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ബിജു പറഞ്ഞു സാവുവിനെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. സാവിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കരുത്, കർത്താവിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചോ. അത് കർത്താവ് ബാക്കിയൊക്കെ കൂട്ടിച്ചേർത്തതാണ്. കർത്താവ് ബാക്കി ശരിക്കും തമ്പുരാൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ചക്കുവെള്ളം ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ വളരെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കർത്താവ് വിളിച്ചു, കർത്താവ് ഉപയോഗിക്കുന്നു. അതിന് ഇങ്ങനെയുള്ള സംഭവം ഇദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ച ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതാനുഭവം അനേകർക്ക് ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ഏത് സിറ്റുവേഷനിലും കർത്താവ് ആഗ്രഹിച്ചാൽ നടക്കുമെന്നും, അങ്ങനെ കർത്താവിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഉപകരണങ്ങളാകുവാൻ അനേകർക്ക് പ്രചോദനമാകും. നിങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. പ്രാർത്ഥനയുടെ കരുത്തും ദൈവത്തിൻ്റെ കരുതലും ഈ ശുശ്രൂഷകനെ തണലേകുന്നു. സ്വർഗത്തിൽ വാഴുന്ന നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇദ്ദേഹം കരങ്ങളുയർത്തുന്നു. സമൂഹത്തിൽ നന്മയുടെ പ്രകാശം നൽകിക്കൊണ്ട് ഇവരും ഇവരുടെ കൂട്ടായ്മയും മാതൃകയാകുന്നു. നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ അനേകർക്ക് തണലേകുവാൻ നമുക്കും ശ്രമിക്കാം. ദൈവസ്നേഹം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രണാമം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞ